ഇങ്ങനെ ഖുർആനിന്റെ വികലമായ കാര്യങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വൈഡായിട്ട് ഒരായത്ത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല. ഖുർആൻ വികലമാക്കപ്പെട്ടത് ലോകത്തിന് കിട്ടേണ്ട ഒരു മോചനമാണ് നഷ്ടപ്പെട്ടത്. നമ്മളെപ്പോലെ ഒരു 50,000 കൊല്ലം അഡ്വാൻസ് ആയിട്ട് എത്തിയിരുന്നു ഖുർആൻ വികലമാക്കപ്പെട്ടില്ലായിരുന്നെങ്കിൽ. നമ്മൾ ഈ 2014 അല്ലായിരുന്നു ജീവിക്കാം, 50,014 നമ്മളൊക്കെ ജീവിക്കേണ്ടിയിരുന്നത്. ലോകം ഈ ഖുർആൻ വികലമാക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ. എന്താ നിങ്ങൾ പറയുന്നത്? എന്താ ലോകത്തിന് എന്തേ ഖുർആൻ വികലമാക്കി അവതരിപ്പിച്ചതുകൊണ്ട് ലോകത്തിന് എന്തേ? ഒന്നും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഒരു 50,000 കൊല്ലം പോയി, വേറെ ഒന്നും പോയില്ല. അതാ ഞാൻ പറഞ്ഞത്. ജന്മം കൊണ്ട് തന്നെ ചിലർ ഉന്നതർ, ഇവരുടെ വ്യാഖ്യാനത്തിൽ അങ്ങനെ ജന്മം കൊണ്ട് തന്നെ ഇനി നമുക്ക് കാര്യമായിട്ടൊന്നും പണിയില്ല. ഇസ്രായേൽ ജനത എന്നും ശ്രേഷ്ഠര്. ഇനി നമുക്ക് എന്താ പണി? നമുക്കൊരു പണിയില്ല. അല്ല, ലോക അവസാനം വരെ പോലെ ശ്രേഷ്ഠ. വർണ്ണവിവേചനത്തിന് ഇതിലും വലിയ വർണ്ണവിവേചനത്തിന്റെ തിയറിയാണത്. ജന്മം കൊണ്ടൊരാൾ ശ്രേഷ്ഠനോ അധമനോ ആകുമെന്ന് വന്നാൽ വർണ്ണവിവേചനം അതന്നെയല്ലേ? ഇസ്രായേൽ ജനത ജന്മം കൊണ്ട് തന്നെ എല്ലാ കാലത്തും ശ്രേഷ്ഠരാക്കി വെച്ചിരിക്കുന്ന പരിഭാഷകളിൽ ഏതാണ് ഞാനിത് പറഞ്ഞ ഓരോ വചനവും. ഞാനൊരു 4-5 കൊല്ലം മുമ്പ് പറഞ്ഞു കുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന അഹദ് വരെ അട്ടിമറിച്ചു എന്ന് പറഞ്ഞപ്പോ ആളുകൾക്ക് അത് മനസ്സിലായില്ല. ആളുകൾക്ക് അത് അങ്ങനെയൊന്നുണ്ടോ? അഹദ് തന്നെ ഒന്നല്ലേ. അട്ടിമറിക്കപ്പെട്ട ഖുർആനിലെ ഓരോ പദങ്ങളും അട്ടിമറിക്കപ്പെട്ടു. ഒരക്ഷരം വരെ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വളരെ ഗൂഢമാണ്. ഇസ്രായേൽ ജനതയെ നിങ്ങളെ ഞാൻ ലോകരേക്കാൾ ശ്രേഷ്ഠരാക്കി വെച്ചിരിക്കുന്നു എന്നവൽ എഴുതിയിരിക്കുന്നത്. ആരാണ് ഇസ്രായേൽ? പഠിപ്പിച്ചു കൊടുത്തില്ല. ദൈവികമായ കൽപ്പനകൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന ഏതേത് നൂറ്റാണ്ടുകളിലെ മനുഷ്യരുണ്ടോ അവരാണ് ഇസ്രായേൽ, ദൈവത്തിന്റെ ദാസൻ. ഇസ്രയേൽ എന്ന് പറഞ്ഞ ദൈവം, ദൈവത്തിന്റെ ഇസ്ര അടിമത്തം സ്വീകരിച്ച അതിന്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അഭിനവുകൾ, അതിന്റെ ബന്, അതിന്റെ സന്തതി. ദൈവത്തിന്റെ അടിമത്വം ഭൂമിയിൽ നിലനിർത്താൻ അവന്റെ അടിമത്വം എന്ന് പറയുന്നത് അടിമത്വം എന്ന് വാക്ക് തെറ്റാണ്. അവന്റെ വിധേയത്വം ലോകത്ത് നിലനിർത്താൻ വേണ്ടി അതിന്റെ നവീകരണ പ്രവർത്തനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതേത് ആളുകൾ ഏതേത് ഇറയിൽ ഏതേത് നൂറ്റാണ്ടുകളിലുണ്ടോ അവരാണ് ഇസ്രായേൽ. ആരാ പറഞ്ഞ? ജന്മം കൊണ്ടൊരു സമൂഹം മുഴുവൻ ഒരു ലോകാവസാനം വരെ ഓരോ ഇല്ലത്. അതാണ് ജന്മം കൊണ്ടൊരാൾ. അതന്നെയല്ലേ വർണ്ണവിവേചനം? വർണ്ണവിവേചനം അത് തന്നെയല്ലേ? ജന്മം കൊണ്ടൊരാൾ അധമനും ജന്മം കൊണ്ടൊരാൾ ശ്രേഷ്ഠനും. ഒരു സമൂഹം എല്ലാ കാലഘട്ടത്തിലും ശ്രേഷ്ഠനുമായാൽ പിന്നെ ഞമ്മക്കെന്തെങ്കിലും ഇവിടെ റോള്? നമ്മക്കിനിപ്പോ അവിടെ പണിയില്ലത്, പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. കാരണം ജന്മം കൊണ്ട് ഇസ്രായേൽ ജനത, ഇസ്രായേലിൽ ജനിക്കുന്ന ആ ജനത ജന്മം കൊണ്ട് എല്ലാ കാലഘട്ടത്തിലും ഒരു ശ്രേഷ്ഠനാണ്. ഇനി കാര്യമായിട്ട് മാപ്പിളാർക്ക് കൂടെ പണിയെടുക്കാനൊന്നുമില്ല. എത്ര പണിയെടുത്താലും ഓരന്നെ ശ്രേഷ്ഠം. ഈ വർണ്ണവെറിയുടെ ഈ വർണ്ണ വിവേചനത്തിന്റെ ഈ തിയറി പൊളിച്ചു കളയേണ്ടതല്ലേ? പൊളിച്ചു കളയേണ്ടത്. അപ്പൊ എന്താണ് ഖുർആനിലെ ഓരോ വചനങ്ങളും എനിക്ക് പറയാനാണെങ്കിൽ ഓരോ വചനങ്ങളും അട്ടിമറിക്കപ്പെട്ടു, ഓരോ പദങ്ങളും അട്ടിമറിക്കപ്പെട്ടു. ഇത് ലോകത്തിന് എന്തേ നഷ്ടപ്പെടുത്തിയതെന്ന് വെച്ചാൽ ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. 50,000 കൊല്ലം, വളരെ സിമ്പിൾ. 50,000 കൊല്ലം വേറെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല.